പത്തനംതിട്ടയിൽ കനത്ത ജാഗ്രത തുടരുന്നു. ആറന്മുള ഉൾപ്പെടെയുള്ള മേഖലകളിലാണ് വെള്ളക്കെട്ട്. കൂടുതൽ ആളുകളെ ക്യാമ്പുകളിലേക്ക് മാറ്റി. കൊല്ലത്ത് നിന്ന് മത്സ്യബന്ധന ബോട്ടുകളും എത്തിച്ചാണ് രക്ഷാപ്രവർത്തനം. ആറന്മുളയിൽ നിന്ന് മനോജ് ഒപ്പം ചേരുന്നു. മനോജ്, പത്തനംതിട്ടയിലെ ഒരു പൊതുവായ സാഹചര്യം നേരത്തെ ഗോകുൽ രമേശ് പറഞ്ഞിരുന്നു. ഇപ്പോൾ ആറന്മുളയിൽ നിന്ന് നൽകാൻ കഴിയുന്ന പുതിയ വിവരങ്ങൾ എന്താണ്? ആശങ്ക ഇനിയും ഒഴിഞ്ഞിട്ടില്ലെന്നോ? ആറന്മുളയിൽ ഈ റോഡൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും വലിയ രീതിയിലാണ് വെള്ളക്കെട്ട് ഉള്ളത്. അതോടൊപ്പം തന്നെ ഈ അമ്പലത്തിൻ്റെ ഭാഗത്തു നിന്നൊക്കെയുള്ള മറ്റ് വീടുകളിൽ നിന്നും ആളുകളെയൊക്കെ ഇങ്ങോട്ടേക്ക് എത്തിക്കുന്നുണ്ട്. നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത് കൊല്ലത്തെ നിന്നും എത്തിച്ച ബോട്ടുകളിൽ ഈ ആളുകളെയൊക്കെ ഇങ്ങോട്ടേക്ക് എത്തിക്കുന്നതാണ്. ഇപ്പോൾ ഈ തങ്കശ്ശേരി ഭാഗത്തു നിന്നൊക്കെയാണ് ഈ ബോട്ടുകൾ ഇങ്ങോട്ടേക്ക് വന്നത്. ചേട്ടാ, നമ്മുടെ തങ്കശ്ശേരിയിൽ നിന്ന് എത്ര ബോട്ടുകളാണ് ഇങ്ങോട്ടേക്ക്? ഞങ്ങൾ തങ്കശ്ശേരി 2, വാടി 2, മുതകര 2, 6 കുളം. എങ്ങനെ ആ ഭാഗത്തോട്ടൊക്കെ പോകാൻ പറ്റുന്നുണ്ടോ? കുഴപ്പമില്ല, വെള്ളം പെരുക്കൊണ്ടെന്നേ ഉള്ളൂ. അപ്പോൾ കുറേയധികം പേരെ ഇങ്ങോട്ടേക്ക് എത്തിക്കുന്നുണ്ട്. അതിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ഇപ്പോഴും അങ്ങനെ കൊണ്ടുവന്നുകൊണ്ടേ ഇരിക്കുകയാണ്. കുട്ടികളടക്കമുള്ളവരുണ്ട്. അവരെയൊക്കെ വീടുകളിൽ നിന്നും ഈ ഭാഗത്തേക്ക് സുരക്ഷിതമായിട്ടുള്ള സ്ഥാനത്തേക്ക് മാറ്റുകയാണ്. അതായത് ഈ ഭാഗം എന്ന് പറയുന്നത് കോഴഞ്ചേരി റൂട്ടാണ്. അതായത് കോഴഞ്ചേരി റൂട്ട് പോകുമ്പോൾ അവിടെ പല ഭാഗത്തും വെള്ളം ഇല്ല എന്നുള്ളത് തന്നെ നമുക്ക് പറയാം. അതുകൊണ്ട് എത്താവുന്ന ദൂരം അത്രയും അവർ ഈ ബോട്ടുകളിൽ ആളെ എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വീടുകളിൽ നിന്നൊക്കെ ക്യാമ്പുകളിലേക്ക് പോകുന്നവരാണ്. അവരുടെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇനിയും ഏറെ പേരെ ഇതുപോലെ മാറ്റുന്നുണ്ട് ചിലയിടങ്ങളിലേക്കൊക്കെ. അതിന് ഈ മത്സ്യബന്ധന ബോട്ടുകളാണ് ഇവിടേക്ക് എത്തിച്ചിട്ടുള്ളത്. നേരത്തെ അദ്ദേഹം പറഞ്ഞ പോലെ തന്നെ തങ്കശ്ശേരി, വാടി എന്നിവിടങ്ങളിൽ നിന്നൊക്കെ എത്തിച്ച മത്സ്യബന്ധന ബോട്ടുകളാണ്. ഈ ബോട്ടുകളാണ് പലയിടങ്ങളിലും സാധാരണ ആളുകൾക്ക് പോകാൻ പറ്റാത്ത ഇടങ്ങളിലൊക്കെ ഈ ബോട്ടുകളിൽ പോയി അവരെല്ലാം ഇതിലേക്ക് കയറ്റിയാണ് ഈ ഭാഗത്തേക്ക് സുരക്ഷിത സ്ഥാനത്തേക്ക് എത്തിക്കുന്നത്. അങ്ങനെ തങ്കശ്ശേരിയിൽ നിന്നടക്കമുള്ള നിരവധി മത്സ്യത്തൊഴിലാളികളും ഇതിൻ്റെ ഭാഗമായി ഇവിടേക്ക് എത്തുന്നുണ്ട്. ഈ നമുക്ക് ദൃശ്യങ്ങൾ കാണാൻ ജയിക്കും. ചേട്ടാ, കൊല്ലത്ത് നിന്നല്ലേ? തങ്കശ്ശേരി എന്നാ വന്നേ? ഇന്ന് രാവിലെ വന്നതാണ്. എങ്ങനെയുണ്ട്? എല്ലാ സ്ഥലങ്ങളിലും എത്താൻ പറ്റുന്നുണ്ട്. നമുക്ക് വെള്ളമായിട്ട് പോകുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ട് ഇതുവരെ സംഭവിച്ചിട്ടില്ല. ഒരുപാട് പേര് ഇനി വരാനുണ്ട്, വരുന്നില്ല. അവർ വെയിറ്റ് ചെയ്തിട്ടിരിക്കുകയാണ്. ഞങ്ങൾ പരമാവധി വിളിക്കുന്നുണ്ട്, അവർ വരുന്നില്ല. അത്ര തന്നെ. അപ്പോൾ എന്തായാലും അവരെ കൂടെ ഇങ്ങോട്ടേക്ക് സുരക്ഷിത സ്ഥാനത്തേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം തന്നെയാണ് ഈ ഇവരുടെ ഭാഗത്തു നിന്നുമുള്ളത്. കാരണം ഇനിയും ഒരുപാട് ഇടങ്ങളിൽ നിന്ന് ആളുകൾ വരാനുണ്ട് എന്നുള്ളതാണ് അവരൊക്കെ പറയുന്നത്. കാരണം സ്വന്തം വീടൊന്നും വിട്ട് വരാൻ ചിലരൊക്കെ തന്നെ മടി കാണിക്കുന്നുണ്ട്. എന്നാൽ പോലും അവരുടെ സുരക്ഷയാണ് പ്രധാനം. ഒരു സെറ്റാണെങ്കിൽ 10-20 ആൾക്കാർ അവിടെ നിൽപ്പുണ്ട്. അവർക്ക് ഫുഡും പിന്നെ വെള്ളമെല്ലാം കൊണ്ട് കൊടുത്തിട്ടുണ്ട്. പക്ഷേ അവരിപ്പോൾ ഇറങ്ങുന്നില്ല, വരുന്നില്ല എന്നാണ് പറയുന്നത്. ഇപ്പോൾ വന്നു കഴിഞ്ഞാൽ അല്പം കൂടെ രക്ഷപ്പെടാം. ഞങ്ങളെല്ലാം ഫുഡും കാര്യങ്ങളും വെള്ളമെല്ലാം കൊണ്ടെത്തിച്ചിട്ടുണ്ട്. പക്ഷേങ്കിൽ അവർ വരാൻ തയ്യാറല്ല. അവിടുന്ന് കുറേ പേരെ ഞങ്ങൾ കൊണ്ടുവന്നു. ഇനിയും കുറേ ആൾക്കാരുണ്ട് അവിടെ. 10-20-30 പേരുണ്ട് അവിടെ. പക്ഷെ അവർ വരാൻ തയ്യാറാകുന്നില്ല. ബുദ്ധിമുട്ടാണല്ലേ ആ ഭാഗത്തൊക്കെ? ബുദ്ധിമുട്ടാണ്. വെള്ളം ഇനിയും പൊങ്ങി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാവും. അതിന് മുമ്പേ നമ്മൾ പ്രിക്കോഷൻ ഉള്ള രീതിയിൽ എല്ലാവരോടും കാര്യങ്ങൾ പറഞ്ഞു. പക്ഷെ അവർ സമ്മതിക്കുന്നില്ല. കാരണം നമ്മളിപ്പോൾ രണ്ടാമത് പിന്നെയും പോയി. ആദ്യം വരുന്നില്ലെന്ന് പറഞ്ഞ്, പിന്നെ വെള്ളമില്ല, ഫുഡില്ലെന്ന് പറഞ്ഞിട്ട് അവർക്ക് ഫുഡ് കൊണ്ട് കൊടുത്തു, വെള്ളം കൊണ്ട് കൊടുത്തു. പിന്നെയും ചോദിച്ചു ഒരു ചാൻസ് കൂടെ വരുമോന്ന്. കാരണം എപ്പോഴും ബോട്ടും കൊണ്ട് പോകാൻ പറ്റത്തില്ല. അതാണ് കാരണം ഇവരെ സംബന്ധിച്ചിടത്തോളം പരിമിതികളുണ്ട്. അതായത് ഒരു പരിധി കഴിഞ്ഞാൽ പിന്നെ പോകാൻ പറ്റാത്ത ഇടങ്ങളുണ്ട്. അവിടേക്കൊക്കെ പോകുന്ന സമയത്ത് അവിടെയുള്ള ആളുകളൊക്കെ പറയുന്നത് അവർക്ക് ഭക്ഷണവും വെള്ളവും ഒക്കെ എത്തിച്ചു കൊടുത്താൽ മതി, പക്ഷേ വീട് വിട്ട് വരാൻ തയ്യാറല്ല എന്നുള്ളതാണ് പലരും പറയുന്നത്. പക്ഷേ ഇനിയും വെള്ളം ഉയർന്നു കഴിഞ്ഞാൽ ഏറെ പ്രതിസന്ധിയാവും കാര്യങ്ങൾ. ഇത് മറ്റൊരു റോഡാണ്. അതായത് ഇത് ക്ഷേത്രത്തിലേക്ക് പോകുന്ന ഒരു റോഡാണ്. ഈ റോഡിലൂടെ വാഹനങ്ങൾ ഇപ്പോഴും ഈ വെള്ളം കടന്ന് വരുന്നുണ്ട്. ഇവിടെ നിന്നും 1 കിലോമീറ്റർ ദൂരമുണ്ട് ക്ഷേത്രത്തിലേക്കൊക്കെ പോകാൻ. എന്നാൽ അതേ സമയം തന്നെ മറ്റൊരു റോഡ്, അതായത് മറുവശത്തുള്ള റോഡിലൂടെയാണ് ഇപ്പോൾ ഈ ബോട്ടുകൾ സഞ്ചരിക്കുന്നത്. കാരണം ബോട്ടുകൾ വഴി മാത്രമേ അങ്ങോട്ടേക്ക് പോകാൻ പറ്റുകയുള്ളൂ. ബോട്ടിലൂടെ പോയി വേണം ഇവരെല്ലാം കൊണ്ടുവരാൻ. ഇനിയും അവർ വീട്ടിൽ തന്നെ നിൽക്കുകയാണ് എന്ന് പറയുന്നെങ്കിൽ ഇവരെ സംബന്ധിച്ചിടത്തോളം അത് കൂടുതൽ പ്രതിസന്ധിയാണ്. കാരണം ഈ എത്താൻ പറ്റുന്ന ഇടങ്ങളിലൊക്കെ അവർ ബോട്ടുമായി എത്തുന്നുണ്ട്. ആളുകളെയൊക്കെ അവിടെ നിന്നും ഇങ്ങോട്ടേക്ക് എത്തിക്കുന്നു.
സഞ്ചരിക്കുന്നുണ്ട്. പക്ഷേ ഇനിയും വീടുകളിൽ നിന്നും ആളുകൾ വരാൻ തയ്യാറായില്ലെങ്കിൽ അതിന് ഉദ്യോഗസ്ഥർ തന്നെ ഇടപെട്ടുകൊണ്ട് കൃത്യമായി അവർക്ക് നിർദ്ദേശം നൽകി അവരെ മാറ്റാനുള്ള എന്തെങ്കിലും ഒരു സംവിധാനം ചെയ്യണം എന്നുള്ളതാണ് ഇവർക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. കാരണം ഇവരെ സംബന്ധിച്ചിടത്തോളം ഇന്ന് രാവിലെ എത്തിയവരുണ്ട്, കഴിഞ്ഞ ദിവസം എത്തിയവരുണ്ട്. അവരൊക്കെ രക്ഷാപ്രവർത്തനത്തിൻ്റെ ഭാഗമായി അങ്ങനെ തുടരുകയാണ്. അവരെല്ലാം ഒരു വിശ്രമവും ഇല്ലാതെ അങ്ങനെ തുടരുകയാണ്. അതിൻ്റെ ദൃശ്യങ്ങൾ തന്നെയാണ് നമ്മൾ കാണുന്നത്. അങ്ങനെയുള്ള ആളുകൾ അവരുടെ ജനങ്ങളുടെ സുരക്ഷ മുന്നിൽ കണ്ടുകൊണ്ട് അവരെ വിളിക്കുമ്പോൾ വരാൻ മടിക്കുന്ന പലരോടും ഉദ്യോഗസ്ഥർ കൃത്യമായി നിർദ്ദേശം നൽകിയാൽ മാത്രമേ ഇതിനൊരു ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരം നമുക്ക് കാണാൻ സാധിക്കൂ. കാരണം ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ വീടുകളൊക്കെ വിട്ടു വരുന്നതിൽ ചില പ്രതിസന്ധികളുണ്ട്, അല്ലെങ്കിൽ അവർക്ക് വലിയ വിഷമമുണ്ടാകും. പക്ഷേ ഒരു ജീവൻ്റെ സുരക്ഷ തന്നെയാണ് ഇതിൽ പ്രധാനമായും നോക്കേണ്ടത്. ഇപ്പോൾ ചെറിയ വള്ളങ്ങളിലൊക്കെ തുഴഞ്ഞുകൊണ്ട് ആളുകൾ എത്തുന്നുണ്ട്. അവരൊക്കെ ഓരോ ഭാഗത്തു നിന്നും എത്തുന്നവരാണ്. പല ഭാഗങ്ങളിലേക്കും പോയി അവിടെയുള്ള ആളുകളൊക്കെ സുരക്ഷിതരാണോ എന്നതിനൊക്കെ കുറിച്ചൊക്കെ അറിഞ്ഞ ശേഷം അവരെത്തുന്നവരുണ്ട്, അല്ലെങ്കിൽ അവർക്ക് ഭക്ഷണ പദാർത്ഥങ്ങളൊക്കെ എത്തിച്ചു കൊടുത്ത ശേഷം എത്തുന്നുണ്ട്. ചേട്ടാ, ഏത് ഭാഗത്തു നിന്നാണ് വരുന്നത്? ഏത് ഭാഗത്തു നിന്നാണ്? ആറിൻ്റെ തീരം. അവിടെ എങ്ങനെയുണ്ട്? ആളുകളുണ്ട് ഇപ്പോൾ? വീട്ടുകാരൊക്കെ ഉണ്ട്. എങ്ങനെയുണ്ട്? അവർക്ക് ഭക്ഷണം എന്തെങ്കിലും എത്തിക്കാനുള്ള സംവിധാനം? വീട്ടിലെ ഭക്ഷണമൊക്കെ ഉണ്ട്. നമ്മളൊക്കെ തന്നെ എല്ലാം വെക്കുന്നുണ്ട്. വേറെ മറ്റ് പ്രശ്നങ്ങളൊന്നും ഇല്ല അവിടെ? വേറെ പ്രശ്നമൊന്നുമില്ല. വെള്ളമുണ്ടല്ലേ? വെള്ളമുണ്ട്, ആറിൻ്റെ സൈഡില്ല. അങ്ങനെയാണ്. അതായത് ആ ഭാഗത്തേക്കൊക്കെ പോകുമ്പോൾ വെള്ളമുണ്ട്, പക്ഷേ അവർക്ക് കുടുങ്ങിക്കിടക്കുന്ന വലിയ ഒരു അവസ്ഥയില്ല എന്നുള്ളതാണ്. പക്ഷേ മറുഭാഗത്താണ് ആ വിഷയമുള്ളത്. അവിടെയാണ് ഇപ്പോൾ നമ്മളോട് അല്പസമയം മുമ്പ് മത്സ്യത്തൊഴിലാളികളടക്കം സംസാരിച്ചത്. കാരണം ഈ പ്രതിസന്ധിയുള്ള സമയത്ത് അവർ പറയുന്നത് അനുസരിച്ച് ചെയ്തില്ലെങ്കിൽ അവർക്കും കാര്യങ്ങൾ ബുദ്ധിമുട്ടാകും എന്നുള്ളതാണ് അവർ പറഞ്ഞു വെക്കുന്നത്. എന്തായാലും ഈ ഭാഗത്തേക്കൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇത് ഈ കോഴഞ്ചേരിയിലേക്കുള്ള വലിയ റോഡാണ്. ഈ റോഡിൻ്റെ അവസ്ഥയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. അതോടൊപ്പം ഇടറോഡുകളടക്കം ഇത്തരത്തിൽ വെള്ളത്തിൽ മുങ്ങിയ അവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ സുരക്ഷിതത്വമായി തന്നെ രക്ഷാപ്രവർത്തനം നടത്തണമെന്നതും ഇവിടെ ഉദ്യോഗസ്ഥർ നിർദ്ദേശം നൽകുന്നുണ്ട്. ഈ വീടിൻ്റെ മറുഭാഗത്തടക്കം നിൽക്കുന്ന ആളുകളുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം ഈ വീടിന് ചുറ്റും ഇപ്പോൾ വെള്ളമാണ്. ഈ വീടിന് ചുറ്റും വെള്ളമുള്ള ഒരു സാഹചര്യത്തിൽ ഈ ക്യാമ്പുകളിലേക്ക് മാറുക എന്നുള്ളതാണ് അവർക്ക് മുന്നിലുള്ള ഒരു വഴി. ഇനിയും ഒരുപാട് വീടുകളിൽ ആളുകൾ നിൽക്കുന്നു എന്നുള്ളതാണ് വലിയ ആശങ്ക പടർത്തുന്ന കാര്യം. ഈ ചേട്ടനൊക്കെ ഇവിടെ നിൽക്കുന്നുണ്ട്. ചേട്ടൻ്റെ വീടാണോ? എങ്ങനെ? അമ്പലത്തിൻ്റെ അവിടെയാണ് വീട്. അപ്പോൾ അമ്പലത്തിൻ്റെ ആ ഭാഗത്ത് വീടുള്ള ആളുകളൊക്കെയാണ് ഇപ്പോൾ ഇങ്ങോട്ടേക്ക് വന്ന് നിൽക്കുന്നത്. ഇതുവഴിയൊക്കെ രാവിലെ ഇതിലെ നടന്നു പോകാൻ ഉണ്ടായിരുന്നു. ഇപ്പോഴായത് വെള്ളം ഡാം തുറന്നു വിട്ടെന്ന് പറഞ്ഞു. അതാണ് വെള്ളം കൂടുന്നത്. വെള്ളത്തിൻ്റെ അളവ് കൂടിക്കൊണ്ടിരിക്കുക. അതുതന്നെയാണ്, വെള്ളത്തിൻ്റെ അളവ് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുന്നതാണ് ഇവരെ സംബന്ധിച്ചിടത്തോളം വലിയ ആശങ്ക പടർത്തുന്നത്. എന്തായാലും വിവിധ ഇടങ്ങളിൽ നിന്ന് ആളുകൾ ഓരോ സ്ഥലങ്ങളിലേക്ക് രക്ഷാപ്രവർത്തനത്തിനായി എത്തുന്നുണ്ട്. അവരൊക്കെ തന്നെ ബോട്ടുകളിലാണ് ഇപ്പോൾ സഞ്ചരിക്കുന്നത്. വാഹനങ്ങളിൽ പോകാൻ ചിലയിടങ്ങളിൽ മാത്രമേ പറ്റുകയുള്ളൂ. പക്ഷേ ഈ ബോട്ടുകളെ സംബന്ധിച്ചിടത്തോളം ഏത് ഭാഗത്തേക്കും പോകാനുള്ള ഒരു സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ ഈ കൂടുതലായ ആളുകളെ ഇങ്ങോട്ടേക്ക് കൊണ്ടെത്തിക്കാൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ്. എന്തായാലും ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് കുറച്ച് യുവാക്കൾ അവർ ഓരോ സാധന സാമഗ്രികളുമായി എത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഒരുപാട് പേർ ഈ ക്ഷേത്രത്തിൻ്റെ ഭാഗത്തും അതോടൊപ്പം പല വീടുകളിലുമായി ഉണ്ട് എന്നുള്ളതാണ്. അവരെ കൂടെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റിക്കൊണ്ടേ ഇരിക്കുകയാണ്. ഈ ഇവിടേക്ക് എത്തുന്ന ഓരോ വാഹനങ്ങളും നമുക്ക് കാണാൻ സാധിക്കും. ഈ മെയിൻ റോഡിലൂടെ എത്തുന്ന വാഹനങ്ങൾ അവരൊക്കെ തന്നെ ഇപ്പോൾ ഈ അവിടെ ആ ഭാഗത്തൊക്കെ എങ്ങനെയുണ്ട്? ഇപ്പോൾ ആ ഭാഗത്തൊക്കെ എങ്ങനെയുണ്ട്? വെള്ളം കുറഞ്ഞു വരുന്നുണ്ട്. കുഴപ്പമില്ല. എല്ലാവരും എന്താ പറയുന്നത്, തിരിച്ച് ജീവിതത്തിലേക്ക് വരാനുള്ളൊരു പ്രതീക്ഷയിലാണ് മനുഷ്യരെല്ലാം. ഓക്കെ, തീർച്ചയായും. അപ്പോൾ ഓരോ ഭാഗത്തേക്കും പോയി എത്തുന്നവരാണ്. വിശദമായി നമുക്ക് മറ്റു വാർത്തകളിൽ ആറന്മുളയിലെ സാഹചര്യം അറിയിക്കാം. ഏതായാലും പത്തനംതിട്ടയും ആറന്മുളയും റാന്നിയും ഒക്കെയാണ് വലിയ പ്രതിസന്ധിയിലുള്ളത്. വിവരങ്ങൾ ഇപ്പോൾ നൽകിയത് എം മനോജ.